ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രതീക്ഷിക്കാത്ത പലതും നടന്നിരുന്നു. അതായത് BJP ഒരു കാരണവശാലും മുൻപിലേക്ക് കയറി വരില്ല എന്ന് കരുതിയ പല മണ്ഡലങ്ങളിലും ലീഡുണ്ടാക്കുന്നു BJP. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 12 സീറ്റിലധികം നേടുമെന്ന് പറഞ്ഞ LDFന് ആലത്തൂരിലേക്ക് മാത്രം ഒതുങ്ങേണ്ടി വരുന്നു. ആലപ്പുഴയിൽ നിന്ന് ആലത്തൂരിലേക്ക് മാറ്റപ്പെട്ടു ആ വിജയം എന്നു മാത്രം. ഒന്നിൽ തന്നെ തുടരുകയാണ്. ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി, ഒരു സീറ്റിൽ എത്ര സീറ്റുകൾ അധികം നേടിയാലും അത് ഇടതുപക്ഷത്തിൻ്റെ വിജയമാണെന്ന്. ഇപ്പോഴും വിജയപരാജയമൊന്നുമില്ലാതെ അങ്ങനെ തന്നെ മുരടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ എടുത്തു പറയേണ്ടത് RSPയുടെ കാര്യമാണ്. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയിരുന്നുവെങ്കിൽ പിന്നെ നിക്കക്കള്ളിയില്ലാതെ മാറുന്ന ഒരു പ്രസ്ഥാനമായി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി മാറുമായിരുന്നു. ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനുമൊക്കെ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. പാർട്ടിയുടെ വിജയം അവർ ഹൃദയം കൊണ്ട് ആഘോഷിക്കുകയാണ്. ഒപ്പം BJPയുടെ വളർച്ചയിൽ കാര്യമായ സങ്കടവുമുണ്ട്. തൃശ്ശൂരിലുണ്ടായത് BJPയുടെ വളർച്ചയല്ല എന്ന് എടുത്തു പറയുന്നുമുണ്ട് ഷിബു ബേബി ജോൺ. അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്കുള്ള വ്യക്തിപ്രഭയും സ്വീകാര്യതയുമാണ് കാരണമായത്. ചലച്ചിത്ര താരമെന്ന തരത്തിലും പല സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന പേരിലുമുള്ള മേൽക്കൈയാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലുണ്ടായിരുന്നത്. അതുതന്നെയാണ് 75,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതുമെന്ന് അദ്ദേഹം പറയുന്നു. ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നു, ആലത്തൂർ കെ രാധാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള ക്വാളിറ്റീസ്, ഒരുപക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത്തരം വ്യക്തിത്വങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ കെ രാധാകൃഷ്ണനെ പോലുള്ളൊരു വ്യക്തിക്ക് ലഭിച്ച ഒരു അംഗീകാരം. തൃശ്ശൂർ വിശദാംശങ്ങളിലേക്ക് പിന്നെ കടക്കാം. സുരേഷ് ഗോപി വിജയിച്ചു. അത് BJPയുടെ വിജയത്തിലുപരിയായി സുരേഷ് ഗോപിക്ക് ലഭിച്ച വ്യക്തിപരമായ വോട്ടുകൾ കൂടിയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കേരളത്തിൽ നിന്ന് BJP അക്കൗണ്ട് തുറന്നത് ആശങ്കയുളവാക്കുന്ന കാര്യമാണെങ്കിലും ഞാൻ വലിയ ഭയത്തോടു കൂടിയൊന്നും കാണുന്നില്ല. കാരണം 2004 PC തോമസ് അന്നത്തെ BJP സഖ്യത്തിൻ്റെ ഭാഗമായി മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. അന്ന് PC തോമസിന് ലഭിച്ച BJP അന്ന് ചിന്തനീയമല്ലായിരുന്നു. കോട്ടയത്തിൻ്റെ അടക്കം UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJPക്ക് വോട്ട് പോകും എന്നുള്ളത് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ മോഡിക്ക് മുമ്പേ തന്നെ അന്ന് മൂവാറ്റുപുഴ വിജയിച്ച ചരിത്രമുണ്ട്. അത് വ്യക്തിപരമായി വന്ന വോട്ടുകളാണ് എന്നുള്ള നിലയിൽ തന്നെ ഈ വിജയത്തിൽ അതൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കളങ്കമായി കാണുന്നെങ്കിലും അത് ഭയമുളവാക്കുന്നില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിൽ ക്രമാതീതമായി പല മേഖലയിലും BJPക്ക് വോട്ട് വർദ്ധിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് 15,000 വോട്ടിനാണ് ശശി തരൂർ. V മുരളീധരൻ ആറ്റിങ്ങെ പരാജയപ്പെട്ടതും 15,000 വോട്ടിന് താഴെയാണ്. BJPക്ക് ക്രമാതീതമായി വോട്ട് വർദ്ധിക്കുന്നത് എന്താണ് ഇതിൻ്റെ കാരണം? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയേണ്ട കാര്യമില്ല, പിണറായി വിജയൻ നയിച്ച ക്യാമ്പയിൻ എന്തായിരുന്നു? പിണറായി വിജയൻ നയിച്ച ക്യാമ്പയിനെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയ പോരാട്ടത്തിൽ രാജ്യമാകെ പ്രതീക്ഷയോടുകൂടി കാണുന്ന നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് അധിക്ഷേപിക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്, അല്ലേ? എന്ത് സന്ദേശമാണ് പോയത്? ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJPയുടെ ഡൽഹിയിലെ ആസ്ഥാനത്തും മ്ലാനതയാണ്, ക്ലിഫ് ഹൗസിലും മ്ലാനതയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് അതിനുശേഷം പ്രത്യക്ഷത്തിൽ തന്നെ ചില വിഭാഗങ്ങളെ, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ മാത്രമായി, യുക്തിക്ക് നിരക്കാത്ത ക്യാമ്പയിനുമായി പോയതിൻ്റെ പരിണിത ഫലമാണ് പല മണ്ഡലങ്ങളിലും CPMൻ്റെ വോട്ട് ബാങ്കിലാണ് തവണ ചോർച്ച സംഭവിച്ചിരിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്കറിയാം, 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ CPMലടക്കം വോട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം വിശ്വാസികളായിട്ടുള്ളവർ അന്ന് UDFന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് 25 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമാണ് കഴിഞ്ഞ തവണ ഉണ്ടായ രണ്ട് മുന്നണികൾ തമ്മിൽ.
സ്വാഭാവികമായി CPM-ൽ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടായി. പക്ഷെ ഇത്തവണ കാണുന്നത് എന്താണ്? ആ ഷിഫ്റ്റ് ഇത്തവണ CPM-ൽ നിന്ന് പോയേക്കുന്നത് അന്ന് UDF-നായിരുന്നെങ്കിൽ ഇന്ന് പോയേക്കുന്നത് BJP-യിലേക്കാണ്. എല്ലാ മണ്ഡലങ്ങളും സസൂക്ഷ്മം പരിശോധിക്കുകയാണ്. ആലപ്പുഴ മണ്ഡലത്തിൽ വളരെ വ്യക്തമാവും CPM-ന്റെ വോട്ട് ബാങ്ക് എങ്ങനെ ഇറോഡായി. കഴിഞ്ഞ തവണ ആരിഫിന് ചേർത്തല മണ്ഡലമാണ് വിജയം സംഭാവന ചെയ്തതെങ്കിൽ ഇത്തവണ ആ ചേർത്തല മണ്ഡലത്തിലടക്കം, കാരണം CPM-ന്റെ ഉരുക്ക് കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന ചേർത്തലയിലടക്കം വന്നിട്ടുള്ള മാറ്റം അതിൻ്റെ സൂചനയാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ, കൊല്ലം മണ്ഡലത്തിൻ്റെ കണക്ക് ഞാൻ എടുത്തു. കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞങ്ങൾ 1.5 ലക്ഷം വോട്ടിന് വിജയിച്ചെങ്കിലും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനുമായി നോക്കുമ്പോൾ CPM-ന് ഏകദേശം 2 ലക്ഷം വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, അതിന് മുമ്പുള്ള കണക്ക് ഞാൻ മൊത്തത്തിൽ എടുക്കുന്നില്ല. കാരണം ശബരിമല വിഷയം CPM തന്നെ വിലയിരുത്തിയതാണ്. ശബരിമല വിഷയം അടക്കമുള്ള വിഷയങ്ങൾ, രാഹുൽ ഗാന്ധി വന്ന വിഷയമെല്ലാം കൊണ്ട് CPM-ന് വോട്ട് ചെയ്യുന്ന ചിലർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ 2021 അസംബ്ലിയുടെ കണക്കെടുക്കുമ്പോൾ അവിടെ നിന്ന് CPM എത്രത്തോളം താഴോട്ട് പോയി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ BJP-യിലേക്കുള്ള ഷിഫ്റ്റ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണെങ്കിലും ഇവിടെ CPM അല്ലെങ്കിൽ BJP വളരാനുള്ള സാഹചര്യം പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. പിണറായി വിജയൻ്റെ നിലപാടുകൾ തന്നെയാണ് ആ നിലയിലേക്കുള്ള BJPക്ക് ഒരു ആക്സെപ്റ്റൻസ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയം മറന്നുകൊണ്ട് BJP ഉയർത്തുന്ന, മുന്നോട്ട് വെക്കുന്ന ആ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ അതേ മറുമരുന്നുമായി നിൽക്കുന്ന നിലപാടുകൾ പ്രത്യക്ഷത്തിൽ തന്നെ അരോചകമായി തോന്നുന്ന CPM-ന്റെ ക്യാമ്പയിൻ രീതിയാണ് ഈ നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇത് ആപൽക്കരമാണ്. തൃശ്ശൂരെ പരാജയം സ്വാഭാവികമായി നിങ്ങളുടെ സംശയം ഉയരുന്ന കാര്യമാണ്. ശരിയാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്ത് പോയെന്ന് പറയുമ്പോൾ 10,000 വോട്ടിന് ആണ് 3-ാം സ്ഥാനത്ത് പോയേക്കുന്നത്. 9,000 ഇഷ്ടം വോട്ടിന് 3-ാം സ്ഥാനത്ത്. പക്ഷേ തൃശ്ശൂർ എന്താ സംഭവിച്ചത്? നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം CPM വോട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടും. അതാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ CPM-ൽ നിന്ന് UDF-ലേക്ക് വന്ന വോട്ട് മാറി സുനിൽകുമാറിൻ്റെ പഞ്ചായത്തിലടക്കം BJP ലീഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, ഇടതുപക്ഷത്തിൻ്റെ ഉരുക്ക് കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്നിടത്ത് പോലും BJP ലീഡ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ ഷിഫ്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ സ്വാഭാവികമായി അവിടെ സുരേഷ് ഗോപി ജയിക്കും എന്ന ഒരു പ്രതീതി വന്നതുകൊണ്ട് തന്നെ ന്യൂനപക്ഷം വോട്ടുകൾ പലതും ഭിന്നിച്ച്, അല്ലെങ്കിൽ അവനൊരു കൺസോളിഡേറ്റഡ് വോട്ടിംഗ് ബെറ്റർ കാൻഡിഡേറ്റ് എന്ന് തോന്നുന്നു. അവിടെ വലിയ ആശയക്കുഴപ്പമായിരുന്നു. സുനിൽ ജയിക്കുമെന്നുള്ള ഫീല് വന്ന് അന്നേരം കുറച്ച് പേര് സുനിലിന് വോട്ട് ചെയ്തു. കെ മുരളീധരൻ ആ നിലയിലേക്ക് നേരത്തേക്കാൾ അല്പം വോട്ട് കുറഞ്ഞു. ഈ ഒരു ടൈറ്റ് കോൺടെസ്റ്റിൽ ഇതിൽ വലിയ ആശങ്കയോടുകൂടി കണ്ടിരുന്ന ഒരു സമൂഹം ആശയക്കുഴപ്പത്തിലാകുകയും അവരുടെ വോട്ട് ഭിന്നിച്ചതും കൂടെ കാരണമാണ് ആ നിലയിലേക്ക് അവിടെ പരാജയപ്പെട്ടത്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, CPM തകരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഞാൻ. പക്ഷേ CPM-ന്റെ നയങ്ങൾ ഈ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമ്പന്നമായ രാഷ്ട്രീയ സംസ്കാരത്തെ തകർത്തുകൊണ്ട് നമ്മുടെ ഒരു മതേതര കാഴ്ചപ്പാടിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് BJP വളരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. അത് ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണ്. എന്താണേലും മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണയും RSP ഇപ്പോൾ ഞങ്ങളെല്ലാം പരിഹസിച്ചുകൊണ്ടിരുന്നത് നിയമസഭാ പരാജയത്തിൻ്റെ പേരിലാണല്ലോ. 0 കിട്ടിയ പാർട്ടി എന്തെങ്കിലും തുറന്നു കഴിഞ്ഞാൽ ഇയാളിപ്പോൾ ഇവിടുന്ന് വന്ന് തോറ്റിരിക്കുമല്ലോ. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവിടെ RSPയും CPM ഒക്കെ കേരളത്തിൽ ഒരുപോലെ ആയല്ലോ. ഞങ്ങൾക്ക് 1, CPM-ന് 1 ആ നിലയിൽ മാറിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ ഭരണവിരുദ്ധ വികാരം കൃത്യമായി നടന്നിട്ടുണ്ട് എന്ന് ഷിബു ബേബി ജോൺ പറയുകയും അത് വ്യക്തമായി തെളിയിക്കുകയും ചെയ്യുന്നു. ശബരിമല വിഷയമുണ്ടായ സമയത്ത് വിശ്വാസികളൊക്കെ BJPക്ക് വോട്ട് ചെയ്യും എന്ന് പലരും പ്രവചിച്ചിരുന്നു. പക്ഷേ ജനങ്ങൾ കൈകൊടുത്തത് അന്നും UDF-നായിരുന്നു. ഇപ്പോൾ യാതൊരു തരത്തിലുള്ള തരംഗവുമില്ല. BJPയോടുള്ള വിരുദ്ധ നിലപാടും ഇടതുപക്ഷത്തോടുള്ള ഭരണവിരുദ്ധ വികാരവുമൊക്കെ
വോട്ടർമാർ വോട്ടായി പ്രകടിപ്പിച്ചത് UDFനെ വിജയിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ഇടത് കോട്ടകളിൽ പലയിടങ്ങളിലും വിള്ളൽ വന്നതിൻ്റെ കാരണവും അതുതന്നെ. 12 ഇടങ്ങളിൽ വിജയിക്കുമെന്ന് പറഞ്ഞ CPM കണ്ണൂരും കാസർഗോഡും പാലക്കാടും മാവേലിക്കരയും അങ്ങനെ പലയിടങ്ങളിലും വിജയിച്ചു വരുമെന്ന് പറഞ്ഞ LDFന് കാലിടറി വീഴുക തന്നെയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും അങ്ങനെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ മന്ത്രിമാരുടെ എല്ലാം മണ്ഡലങ്ങളിൽ വോട്ട് ലഭിച്ചത് UDFനായിരുന്നു. അതായത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ജനങ്ങൾ ഏറ്റുപറയുന്നു. ഇത് തന്നെയാണ് ഷിബു ബേബി ജോണും ഇന്ന് വ്യക്തമാക്കിയത്. ഏറ്റവും ഒടുവിൽ താക്കീതിൻ്റെ സ്വരത്തിൽ അദ്ദേഹം ഒരു വാചകം കൂടി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ തുല്യരാണ്. ഇടതുപക്ഷത്തിനും ഒരു സീറ്റ്, ഞങ്ങൾക്കും ഒരു സീറ്റ്. രാജ്യസഭയിൽ ഘടകകക്ഷികളായ CPIക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുമൊക്കെ സീറ്റ് നൽകുന്ന കാര്യത്തിൽ കാര്യമായ ചർച്ച ചെയ്യുന്ന CPM ഇപ്പോൾ ആകെയുള്ള ഒരു സീറ്റിൽ സമാധാനപ്പെടേണ്ട തരത്തിലേക്ക് അധപ്പതിച്ചു പോയോ എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതായുണ്ട്.